ഹായ് ഗൈസ്. സോ സാർ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് +1 മാത്സിലെ ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജിൻ്റെ ഡീറ്റെയിൽസ് ആണ് സാർ വന്നിട്ടുള്ളത്. സോ നമുക്കറിയാം +1 മാത്സിൽ മൊത്തം 14 ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. സോ 14 ചാപ്റ്ററിൽ ഓരോ ചാപ്റ്ററിനും ഓരോ വെയിറ്റേജ് ആണ് നമുക്കറിയാലോ. സോ എക്സാമിൽ നമ്മൾ ഈ 14 ചാപ്റ്റർ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുക. അല്ല, നമ്മൾ 14 ചാപ്റ്ററിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 4 ചാപ്റ്റർ വരെ അല്ലെങ്കിൽ ഒരു 5 ചാപ്റ്റർ വരെ മാക്സിമം നമുക്ക് ഒഴിവാക്കിയാലും ബാക്കി ചാപ്റ്റർ നിങ്ങൾ കൃത്യം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് പഠിക്കാതെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം എന്ന കാര്യമായിട്ടാണ് സാറ് തന്നിട്ടുള്ളത്. സോ സാറ് പറഞ്ഞത് ഓരോ ചാപ്റ്ററിന് വെയിറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഇനി നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എങ്ങനെയാണ് എല്ലാം സാർ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. റെഡി അല്ലേ? സോ നമ്മളെ +1 മാത്സിലുള്ള ചാപ്റ്ററിന്റെ ലിസ്റ്റ് ആണ് സാർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആസ് യു ക്യാൻ സീ ദർ ആർ 14 ചാപ്റ്റേഴ്സ്. 14 ചാപ്റ്റർ ഉണ്ട് അല്ലേ. ഈ 14 ഈ എണ്ണം കേൾക്കുമ്പോൾ 14 എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട. 14 ചാപ്റ്റർ ഉള്ളെങ്കിലും 14 ചാപ്റ്റർ ഉണ്ടെങ്കിലും അങ്ങനെ പറഞ്ഞത് അല്ലേ. 14 ചാപ്റ്റർ ഉണ്ടെങ്കിലും മിക്ക ചാപ്റ്ററും ചെറിയ ചാപ്റ്റേഴ്സാണ്. അപ്പോൾ സാറ് പറയാൻ പോകുന്നത് ഓരോ ചാപ്റ്ററും എത്ര മാർക്കാണ് വെയിറ്റേജ് ഉള്ളത്, നമ്മളെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എങ്ങനെയാണ്, ഓർ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് എങ്ങനെയാണ് എന്നീ കാര്യങ്ങളാണ് സാറ് വന്നിട്ടുള്ളത്. സോ ഈ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ സാറ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ എല്ലാ ചാപ്റ്ററും പഠിക്കാതെ, അതായത് 14 ചാപ്റ്ററും പഠിക്കാതെ 14 ചാപ്റ്റർ മൊത്തമായി പഠിക്കാതെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഈ 14 ചാപ്റ്റർ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് അല്ലേ. നിങ്ങൾക്ക് അറിയില്ലോ മൊത്തം 14 ചാപ്റ്ററിൽ പേര് സാർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഓരോ ചാപ്റ്ററും ഓരോ വെയിറ്റേജ് ആണ്. സോ സാറ് പറയുമ്പോൾ ഈ മാത്സ് എന്നുള്ള സബ്ജക്റ്റ് കൊമേഴ്സുകാർക്ക് മാത്രമല്ല സയൻസുകാർക്കും ഉണ്ടല്ലോ. സോ കൊമേഴ്സുകാർക്ക് ചാപ്റ്ററിനുള്ള വെയിറ്റേജ് പോലെയല്ല സയൻസുകാർക്കുള്ളത്. അപ്പോൾ സാർ എന്ത് ചെയ്യുക, സയൻസുകാർ പഠിക്കേണ്ട സയൻസുകാരുടെ ഡീറ്റെയിൽസും സാർ നിങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ്. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എങ്ങനെയാ വെച്ചാൽ നമ്മുടെ എക്സാമിന് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 3 സെക്ഷൻ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. ഇതിൽ 3 പാർട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എന്നിങ്ങനെ ABC എന്ന് പറഞ്ഞ് കൊടുക്കണില്ല. അതേപോലെ 1, 2, 3 പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെയൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ബട്ട് 3 സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. റെഡി അല്ലേ? സോ ഫസ്റ്റ് പാർട്ട് സാർ ഇതിനെ പാർട്ട് 1 എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പാർട്ട് 1 എന്ന് വിളിച്ച്. സോ ഈ പാർട്ട് 1ന്റെ പ്രത്യേകത, ഈ പാർട്ട് 1ൽ മൊത്തം 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. റെഡി അല്ലേ? സോ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന പാർട്ട് 1ൽ ക്വസ്റ്റ്യൻ നമ്പർ 1 മുതൽ ക്വസ്റ്റ്യൻ നമ്പർ 8 വരെ മൊത്തം 8 ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മാർക്ക് നോക്കുകയാണെങ്കിൽ 8 ക്വസ്റ്റ്യൻ 3 മാർക്ക് പ്രകാരം 24 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആ പാർട്ട് 1ൽ ഉണ്ടാവും. ബട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളിവിടെ 6 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 ക്വസ്റ്റ്യൻ നമുക്ക് പാർട്ട് 1ൽ ലീവ് ചെയ്യാം. അതായത് 3 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അത് ഏതായാലും കുഴപ്പമില്ല. അതായത് A or B അല്ലെങ്കിൽ 1 or 2 അങ്ങനെ ഇല്ല. ഈ 8 എണ്ണത്തിൽ ഏതേലും 6 നിങ്ങൾ എഴുതിയാൽ മതി. നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ അവിടെ സ്കിപ്പ് ചെയ്യുക. അങ്ങനെ പറയുകയാണെങ്കിൽ 3 മാർക്ക് വെയിറ്റേജ് ഉള്ള 2 ചാപ്റ്റർ ഉണ്ടെങ്കിൽ ആ 2 ചാപ്റ്റർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒഴിവാക്കാം. റെഡി അല്ലേ? ഇനി കംപ്ലീറ്റ് ചാപ്റ്റർ ഇല്ലാതെ എങ്ങനെയാണെന്നുള്ളത് സാറ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിടാം. സോ ഇവിടെ പറഞ്ഞതിന്റെ മൊത്തം ഒരു സമ്മറിയാണ് താഴെ കൊടുത്തുള്ളത്. അതായത് 6 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം ഔട്ട് ഓഫ് 8 ക്വസ്റ്റ്യൻസ്. ഇതാണ് പാർട്ട് 1ന്റെ പ്രത്യേകത. അതായത് മൊത്തം 8 ക്വസ്റ്റ്യൻസ് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് 1ൽ ഉണ്ടാവും. അതിൽ നമ്മൾ 6 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, 2 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് അവിടെ ലീവ് ചെയ്യാം. ഇതാണ് പാർട്ട് 1 3 മാർക്കിന്റെ പാർട്ടിന്റെ പ്രത്യേകത. റെഡി അല്ലേ? ഇനി പാർട്ട് 2ലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുക 4 മാർക്കിന്റെ ക്വസ്റ്റ്യനാണ്. രണ്ടാമത്തെ സെക്ഷനിൽ ഉണ്ടാവുക 4 മാർക്കിന്റെ സെക്ഷനാണ്. റെഡി അല്ലേ? സോ 4 മാർക്കിന്റെ വീണ്ടും അവിടെ നിങ്ങൾക്ക് 8 ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. അങ്ങനെ പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 9 മുതൽ ക്വസ്റ്റ്യൻ നമ്പർ 16 വരെ. റെഡി അല്ലേ? സോ മൊത്തം 8 ക്വസ്റ്റ്യൻ പാർട്ട് 2ലും ഉണ്ടാവും. സോ നമ്മൾ മാർക്ക് നോക്കുകയാണെങ്കിൽ 8 × 4 അല്ലേ, സാർ നേരത്തെ പറഞ്ഞതുപോലെ 8 × 4 അതായത് മൊത്തം 32 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പാർട്ട് 2ൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ മൊത്തം അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പാർട്ട് 2ലുള്ള ക്വസ്റ്റ്യൻസിൽ യു ഹാവ് ടു ആൻസർ എനി 6 ഏതേലും 6 എണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. അങ്ങനെ പറയുകയാണെങ്കിൽ സാർ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ മീനിങ് എന്താ, ഏതേലും 6 അറ്റൻഡ് ചെയ്യാറ് നിങ്ങൾക്ക് ഇവിടെയും 2 ക്വസ്റ്റ്യൻ ലീവ് ചെയ്യാം. അതായത് സെക്കൻഡ് സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലീറ്റ് ലീവ് ചെയ്യാം. അപ്പോൾ മൊത്തം സമ്മറി നേരത്തെ പോലെ തന്നെയാണ്. അതായത് സെക്കൻഡ് പാർട്ടിൽ 6 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യണം ഔട്ട് ഓഫ് 8 ക്വസ്റ്റ്യൻ.
8 ക്വസ്റ്റ്യൻസ് പാർട്ട് 2 അല്ലെങ്കിൽ സെക്കൻഡ് സെക്ഷനിൽ ഉണ്ടാവും. നമ്മൾ അവിടെ 6 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻ വരെ അവിടുന്ന് ലീവ് ചെയ്യാം. അപ്പോൾ 4 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ നമുക്ക് ലീവ് ചെയ്യാന്ന് മനസ്സിലായി. നേരത്തെ എന്താ പറഞ്ഞത്, 3 മാർക്കിന് 2 ക്വസ്റ്റ്യൻ ലീവ് ചെയ്യാന്നല്ലേ. ഇപ്പോഴെന്ന് പറഞ്ഞ് 4 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ ലീവ് ചെയ്യാം. ഇനി ലാസ്റ്റ് സെക്ഷൻ 6 മാർക്കിന്റെ ഏരിയ. സോ 6 മാർക്കിന്റെ ഏരിയയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ മൊത്തം 4 ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 17, 18, 19, 20 മൊത്തം 4 ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ് പാർട്ടിൽ ഉണ്ടാവുക. ഈ ലാസ്റ്റ് പാർട്ടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. മൊത്തം 4 × 6 24 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടാവും. ബട്ട് നിങ്ങൾ ആ 24 മാർക്കിന് മൊത്തത്തിൽ അറ്റൻഡ് ചെയ്യണ്ട, നിങ്ങൾ 18 മാർക്കിനുള്ള അറ്റൻഡ് ചെയ്താൽ മതി. അതായത് നിങ്ങൾ മൊത്തം 3 ക്വസ്റ്റ്യൻ മാത്രം അവിടെ അറ്റൻഡ് ചെയ്താൽ മതി. 4 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ ഏതെങ്കിലും 3 നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. അങ്ങനെ പറയുകയാണെങ്കിൽ 6 മാർക്കിന് 1 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. റെഡി അല്ലേ? സോ നമ്മളെ മൊത്തം സമ്മറി ഇതാണ്. അതായത് 3 ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് 4 ക്വസ്റ്റ്യൻസ്, 4 ക്വസ്റ്റ്യൻ ഉള്ളതിൽ ഏതെങ്കിലും 3 നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കിയ കാര്യം എന്താ, 3 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ നമുക്ക് ലീവ് ചെയ്യാം, 4 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ നമുക്ക് ലീവ് ചെയ്യാം, അതേപോലെ 6 മാർക്കിന്റെ 1 ക്വസ്റ്റ്യൻ നമുക്ക് ലീവ് ചെയ്യാം. അപ്പോൾ ഇനി ഓരോ ചാപ്റ്ററിലത്തെ ക്വസ്റ്റ്യൻസും ഏതൊക്കെ സെക്ഷനിലാണ് കിട്ടുന്നത്, ഏതൊക്കെ സെക്ഷനിലാണ് വരാമെന്ന് മനസ്സിലാക്കിയാൽ നമുക്കൊരു കംപ്ലീറ്റ് പിക്ചർ കിട്ടൂലേ. അപ്പോൾ സാറ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞിടാം, ഇതാണ് നമ്മളെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വെയിറ്റേജ്. അപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഇത് കൊമേഴ്സ് ആർക്കും സയൻസ് ആർക്കും ഡിഫറെൻ്റ് ആയതുകൊണ്ട് സാർ എന്ത് ചെയ്യുന്നുണ്ട്, കൊമേഴ്സാറ് ഡാറ്റ ഫസ്റ്റ് പറയാം. സോ ഫസ്റ്റ് പറയുന്നത് മൊത്തം കൊമേഴ്സ് ആയിരുന്നു കേട്ടോ. അതായത് നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിലും സെറ്റ് എന്നുള്ള ചാപ്റ്ററിന്റെ വെയിറ്റേജ് 3 മാർക്കാണ്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് 7 മാർക്കാണ് ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ്. സോ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് 4 മാർക്കാണ്, കോംപ്ലക്സ് നമ്പർ 3, ലീനിയർ ഇനീക്വാളിറ്റീസ് 3, പെർമ്യൂട്ടേഷൻ 7 മാർക്കുണ്ട്, ബൈനോമിയൽ തിയറം 4 മാർക്കുണ്ട്. ഇനിയുള്ള ബാക്കി 7 ചാപ്റ്റേഴ്സ് സാർ അതുപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററിലും ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ പാർട്ടിൽ ഉണ്ടാവുന്നു. അതായത് ഇവിടെ നോക്കടാ, ഈ സെറ്റ് എന്നുള്ള ചാപ്റ്റർ എന്തായാലും എ പാർട്ടിലല്ലേ ചോദിക്കുകയുള്ളൂ, അതായത് ഫസ്റ്റ് പാർട്ടിലല്ലേ ചോദിക്കുകയുള്ളൂ. സാർ എ പാർട്ടി എന്ന് വിളിക്കില്ല, ഫസ്റ്റ് പാർട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണമെങ്കിൽ എന്ന് വിളിക്കാൻ നോ പ്രോബ്ലം. ഇനി നോക്ക്, 7 മാർക്കിന്റെ ചാപ്റ്റർ 3ാമത്തെ പാർട്ടിൽ ഉണ്ടാവോ? ഇല്ലല്ലോ, കാരണം 3ാമത്തെ പാർട്ട് 6 മാർക്കിന്റെ പാർട്ട് അല്ലേ, 3ാമത്തെ സെക്ഷൻ 6 മാർക്കിന്റെ സെക്ഷൻ അല്ലേ. അപ്പൊ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും അത് എങ്ങനെ ചോദിക്കുള്ളൂ, അതായത് 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, അതായത് പാർട്ട് 1 ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, പാർട്ട് 2 ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ ഇതേപോലെ ഓരോ ചാപ്റ്റർ നമ്മൾ ലിസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കൃത്യം പാർട്ട് എയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്, പാർട്ട് ബിയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്, പാർട്ട് സിയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് എന്ന് കൃത്യം നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു അനാലിസിസ് നടത്തുകയാണെങ്കിൽ, അപ്പോൾ സാർ ഇത് അനാലിസിസ് നടത്തിയിട്ടുള്ള ഫൈനൽ ഔട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സാറ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വേണമെങ്കിൽ അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രോബബിലിറ്റി എന്നുള്ള ചാപ്റ്റർ 9 മാർക്കാണ് വെയിറ്റേജ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ 3 മാർക്കിന് ഒരു ക്വസ്റ്റ്യനും 6 മാർക്കിന് ഒരു ക്വസ്റ്റ്യനും അങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കൂല. കാരണം എന്താ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. റെഡി അല്ലേ? സോ സാർ ഈ ഒരു അനാലിസിസ് നടത്തിയപ്പോൾ സാറ് കണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ 3 മാർക്കിന്റെ 8 ക്വസ്റ്റ്യൻ ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ്, 4 മാർക്കിന്റെ 8 ക്വസ്റ്റ്യൻ ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ്, 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് എന്ന് കൃത്യമായി സാറ് കണ്ടുപിടിച്ച്. സോ ആ ഒരു ഡാറ്റ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ ചാപ്റ്റർ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. റെഡി അല്ലേ? അപ്പോൾ സാർ ഇതാ ഫൈനൽ ഔട്ട് സാർ ഇവിടെ കാണിച്ചു തരാം. അതായത് സാർ ഇവിടെ 3 മാർക്കിന്റെ ചാപ്റ്റേഴ്സ്, 3 മാർക്കിന്റെ ചാപ്റ്റേഴ്സ് ഈ 1 to 8 ഈ 8 ചാപ്റ്റേഴ്സ്, ഈ 8 ചാപ്റ്റേഴ്സും ഫസ്റ്റ് പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻസാ. റെഡി അല്ലേ? ഈ 8 ചാപ്റ്റർ നമ്മളെ 3 മാർക്കിന്റെ ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഈ 8 ചാപ്റ്ററിലുള്ള ഓരോ 3 മാർക്കിന്റെ സാർ ഇതാ പേര് പറഞ്ഞുതരാം. അതായത് സെറ്റ് എന്നുള്ള ചാപ്റ്റർ, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, കോംപ്ലക്സ് നമ്പർ, ലീനിയർ ഇനീക്വാളിറ്റി, പെർമ്യൂട്ടേഷൻസ്, കോണിക് സെക്ഷൻ, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്, പ്രോബബിലിറ്റി. സോ ഈ 8 അതായത് നമ്മളെ ഫസ്റ്റ് പാർട്ടിൽ വരാൻ പോകുന്ന 8 ക്വസ്റ്റ്യൻസ് ഈ ഓരോ ചാപ്റ്ററിൽ നിന്നായിരിക്കും. സോ നിങ്ങൾക്ക് ഇവിടുന്ന് 2 ക്വസ്റ്റ്യൻ ലീവ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു എക്സാമ്പിൾ വരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു കോണിക് സെക്ഷൻ അറിയില്ല, അല്ലെങ്കിൽ കോണിക് സെക്ഷൻ പഠിക്കാനുള്ള ഒരു ടൈം കിട്ടിയില്ല, അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കോണിക് സെക്ഷൻ എന്നുള്ള ചാപ്റ്റർ ഒഴിവാക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോണിക് സെക്ഷൻ ഇവിടുന്ന് ഒഴിവാക്കുമ്പോൾ ഇവിടെയും കോണിക് സെക്ഷൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ഇവിടുത്തെ ഒരു ഓപ്ഷനും ഇവിടുത്തെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കട്ടായി. റെഡി അല്ലേ? സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബാക്കി 7 ചാപ്റ്റർ ഉണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത ചാപ്റ്റർ, ഫോർ എക്സാമ്പിൾ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് വേണമെങ്കിൽ അത് ഒഴിവാക്കാം. സോ ബാക്കി വരുന്ന 6 ചാപ്റ്റർ, ഈ വരുന്ന 6 ചാപ്റ്റർ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ മതിയാവും.
പറഞ്ഞ ക്ലിയർ ആയല്ലോ. അതേപോലെ 4 മാർക്കിൻ്റെ ചാപ്റ്റേഴ്സ് സാർ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 4 മാർക്കിൻ്റെ 8 ചാപ്റ്റർ കൃത്യമായിട്ട് സാറ് മനസ്സിലായതാന്നുള്ളത്. സോ ഈ 8 ചാപ്റ്റർ നിന്നായിരിക്കും 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുക. സോ ഈ 8 ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഏതേലും 6 നിങ്ങൾ പഠിച്ചാൽ മതി. ശ്രദ്ധിക്കേണ്ട കാര്യം 2 പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് പാർട്ട് എയിലും ഉണ്ട്, പാർട്ട് ബിയിലും ഉണ്ട്. സോ നിങ്ങൾ ഇവിടുന്ന് ചാപ്റ്റർ ഒഴിവാക്കുമ്പോൾ അവിടെ നിങ്ങളൊരു ഓപ്ഷൻ അവിടെ കട്ടാവാന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വേണം. സോ ഈ 8 എണ്ണത്തിൽ ഏതെങ്കിലും 6 നിങ്ങൾ പ്രിഫർ ചെയ്യുക, ഈ 8 എണ്ണത്തിൽ ഏതെങ്കിലും 6 പ്രിഫർ ചെയ്യുക. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഒരു 4 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ ലീവ് ചെയ്യുക. സിംപ്ലി പറയുകയാണെങ്കിൽ 3 മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ഉണ്ട്, 4 മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ഉണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ചാപ്റ്റർ വൈസ് ആയിട്ട് ഒഴിവാക്കുകയാണെങ്കിൽ 4 ചാപ്റ്റർ ഇപ്പം തന്നെ കംപ്ലീറ്റ് ഒഴിവായി. ഇനി 6 മാർക്കിൻ്റെ ചാപ്റ്റർ നമ്മളെ ഫൈനൽ സെക്ഷൻ. സോ ഈ 6 മാർക്കിൻ്റെ ചാപ്റ്റേഴ്സ് മൊത്തം 4 ചാപ്റ്റർ ആണ് നമുക്ക് 6 മാർക്കിന് ചോദിക്കുക. റെഡി അല്ലേ? സീക്വൻസ് ആൻഡ് സീരീസ്, സ്ട്രെയിറ്റ് ലൈന്, സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോബബിലിറ്റി. സോ ഈ 4 ചാപ്റ്റർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചാപ്റ്റർ ഒഴിവാക്കാം. അത് വേണമെങ്കിൽ ഇപ്പോൾ സീക്വൻസ് ആൻഡ് സീരീസ് എന്നുള്ളത് 6 മാർക്കിൻ്റെ ചാപ്റ്ററാണ്, നിങ്ങൾക്ക് കംപ്ലീറ്റ് വേണമെങ്കിൽ ഒഴിവാക്കാം. റെഡി അല്ലേ? ബാക്കി ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചാൽ മതിയാവും. റെഡി ആണല്ലോ? സോ ഇതാണ് മക്കളെ നമ്മളൊരു ഫൈനൽ ഔട്ട് എന്ന് പറയുന്നത്. സോ ഇത് കൃത്യമായിട്ട് അനാലിസിസ് നടത്തി നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റർ ആണ് ബുദ്ധിമുട്ട് തോന്നുന്നത്, സാറിൻ്റെ ഒരു സജഷൻ എന്താ വെച്ചാൽ നിങ്ങൾ ചാപ്റ്റർ കംപ്ലീറ്റ് ഒഴിവാക്കണ്ട. ആ ചാപ്റ്ററിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഒരു 2 ടേമെങ്കിലും നിങ്ങൾ നോക്കിയിട്ട് മാത്രം എക്സാമിന് പോയാൽ മതി. റെഡി അല്ലേ? സോ ഇത് കൊമേഴ്സുകാരുടെ ഡാറ്റ. ഇനി സയൻസുകാർക്ക് സാറ് ക്വിക്കായിട്ട് പറഞ്ഞു പോകും. സയൻസുകാർക്കുള്ള ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് ഇങ്ങനെയാണ്. മൊത്തം ഓരോ ചാപ്റ്ററിനും 7 മാർക്ക് 7 മാർക്ക് 6 മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ചാപ്റ്ററിനും വെയിറ്റേജ് സാർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു വെയിറ്റേജ് നോക്കി നമ്മൾ ഫൈനൽ ഓരോ പാർട്ടിലും വരുന്ന ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് സാറിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. സോ സാറ് നോക്കിയപ്പോൾ സാറ് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ 3 മാർക്കിൻ്റെ 8 ചാപ്റ്റേഴ്സ് സാർ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, 4 മാർക്കിൻ്റെ 8 ചാപ്റ്റേഴ്സ് സാർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ 6 മാർക്കിൻ്റെ 4 ചാപ്റ്റേഴ്സ് സാർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ മക്കളെ നിങ്ങൾ ഈ ഒരു 8 ചാപ്റ്ററിൽ ഏതെങ്കിലും 2 നിങ്ങൾക്ക് ലീവ് ചെയ്യാം. ഇവിടെയും ഏതെങ്കിലും 2 ചാപ്റ്റർ നിങ്ങൾക്ക് ലീവ് ചെയ്യാം, ഇവിടെ ഒരു ചാപ്റ്റർ ലീവ് ചെയ്യുക. ബട്ട് ലീവ് ചെയ്യുമ്പോൾ സാറ് പറഞ്ഞ് ഇപ്പോൾ നിങ്ങൾ സെറ്റ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ ഇവിടുന്ന് ലീവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് അവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ മിസ്സാവുന്നുള്ളതോ ആലോചിക്കുക. സോ ആ രീതിയിൽ കൃത്യമായി പ്ലാൻ ചെയ്ത് നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. സാറ് പ്രത്യേകം എടുത്ത് വരുന്ന കാര്യം നിങ്ങൾ ചാപ്റ്റർ കംപ്ലീറ്റ് ഒഴിവാക്കേണ്ടടാ. നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് 2 ടേമെങ്കിലും ആ ചാപ്റ്ററിൽ നോക്കിയിട്ട് മാത്രം എക്സാമിലേക്ക് പോവുക. സോ മക്കളെ ദാറ്റ്സ് ഓൾ. സോ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എക്സാം അടിച്ച് പൊളിക്കാം നമുക്ക്. ഓക്കേടാ.